ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിൻ്റെ ഇന്ന് കഴിഞ്ഞിട്ടുള്ള ഓണപരീക്ഷൻ്റെ ആൻസർ കീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ എടുത്തത് ഫസ്റ്റ് ടേം ഇവാലുവേഷൻ 2024-25. അപ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചിരിക്കണം. അതേപോലെ തന്നെ 8 ആക്ടിവിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 8 എണ്ണത്തിൽ 6 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 2 എണ്ണം നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ അവിടെ ഒഴിച്ചിടാം. ഓക്കെ, 6 എണ്ണം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ആക്ടിവിറ്റി എന്താ നോക്കിക്കേ. ഇവിടുത്തെ ആദ്യത്തെ ചോദ്യമാണ് ആക്ടിവിറ്റി 1. The branch of high yielding Neelam mango tree is grafted to a Moowandin mango tree with a root to produce a new high yielding mango saplings. അതായത് ഇവിടെ നീലം മാവും അതേപോലെ മൂവാണ്ടൻ മാവും കൂടെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ഹൈ ഈൽഡ് തരുന്ന കുറച്ച് മാവിൻ തൈകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മാംഗോ ട്രീ പ്രൊഡ്യൂസ്ഡ് ത്രൂ ദീസ് മെത്തേഡ്? അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ, ഈ ക്രാഫ്റ്റിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാംഗോ ട്രീക്ക് ഉണ്ടാകുന്ന പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് അവിടെ 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് നമുക്ക് പറയാം 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഏർലി ഫ്രൂട്ടിങ് ആൻഡ് ഫ്ലവറിങ് പറയും. പെട്ടെന്ന് തന്നെ അതിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതേപോലെ ഇറ്റ് ഗേവ് ഹൈ ഈൽഡ്, നല്ല ഈൽഡ് തരും, അതായത് നല്ല വിളവ് തരും. ഓക്കെ, ഇനി ബി ചോദ്യമാണ്. A farmer did not get better yield even though he planted sapling produced by hybridization. Write 3 suggestions for getting a better yield. അതായത് ഒരു ഫാമർ, ഒരു കർഷകന് ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ടുള്ള വിത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് കൂടി അയാൾക്ക് നല്ലൊരു ഈൽഡ് ലഭിക്കുന്നില്ല. അപ്പോൾ അയാൾക്ക് നമ്മൾ 3 സജഷൻ കൊടുക്കാനാണ് പറഞ്ഞത്. നല്ല ഈൽഡ് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് 3 എണ്ണം അവിടെ എഴുതണം. എന്തൊക്കെ നമുക്ക് പറയാം? ഷുഡ് യൂസ് ഗുഡ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്, വീഡ്സൈഡ്സ്. ഓക്കെ, അതായത് ഗുഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല വളപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതേപോലെ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീടനാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ, വീഡിസൈഡ്സ് കളനാശിനികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് നല്ല ഈൽഡ് ലഭിക്കും. ഇനി സി ചോദ്യമാണ്. വിച്ച് മെത്തേഡ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ വെറൈറ്റി ഓഫ് pea plant with the property of both the pea plant shown in the figure? അപ്പോൾ ഇവിടെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ 2 ചിത്രങ്ങൾ രണ്ടും പീ പ്ലാന്റിൻ്റെ ചിത്രമാണ്, പയർ ചെടീൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നിലാണെങ്കിൽ നല്ല നീളമുള്ള പയറുകളുണ്ട്, മറ്റേ ചെടികളിലാണെങ്കിൽ കുറേ പയറുകളുണ്ട്. അപ്പോൾ ഈ 2 ക്വാളിറ്റീസും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു പയർ ചെടി പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? ബഡ്ഡിംഗ് ആണോ, സെൽഫ് പോളിനേഷൻ ആണോ, ക്രോസ് പോളിനേഷൻ ആണോ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണോ? ഏതാണ്? 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ് ഇവിടെ ചെയ്യുക. അതായത് ഈ ഒരു നീളമുള്ള പയർ ചെടീൻ്റെ പൂമ്പൊടി എടുത്തിട്ട് മറ്റേ ചെടീൻ്റെ പൂവിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു രീതി. ഇനി 2ാമത്തെ ആക്ടിവിറ്റിയാണ്. ഇവിടെ ചെറിയൊരു കാർട്ടൂൺ ചിത്രം നിങ്ങൾക്ക് കാണാം അല്ലേ. ഒരു കുട്ടി ഒരു ബോയിനോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് സംസാരിക്കുന്നത്? കുട്ടി പറയാണ്, ടാമറിൻഡ് ഈസ് കെപ്റ്റ് ഇൻ എ കോപ്പർ വെസൽ ഇൻ മൈ ഹോം. അതായത് എൻ്റെ വീട്ടിൽ പുളി സൂക്ഷിച്ചിരിക്കുന്നത് ഒരു കോപ്പർ വെസലിനാണ്, ചെമ്പ് പാത്രത്തിലാണ്. അപ്പോൾ ബോയ് എന്താ പറയുന്നത്? ഇൻ മൈ ഹോം ടാമറിൻഡ് ഈസ് കെപ്റ്റ് ഇൻ എ എർത്തേൺ പോട്ട്. എൻ്റെ വീട്ടിൽ മൺപാത്രത്തിലാണ് പുളി സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ എ ചോദ്യമാണ്. ഹൂസ് ഒപ്പീനിയൻ ഡു യു എഗ്രി വിത്ത് വൈ? അതായത് ഇവിടെ ഗേളിൻ്റെതാണോ ബോയിൻ്റെ ഒപ്പീനിയനോടാണോ നിങ്ങൾ യോജിക്കുന്നത്? കാരണം അവിടെ വ്യക്തമാക്കണം. അപ്പോൾ ഇവിടെ ബോയിൻ്റെ ഒപ്പീനിയൻ ആണ് കറക്റ്റ്. ബോയ്സ് ഒപ്പീനിയൻ ഈസ് റൈറ്റ് ബിക്കോസ് ടാമറിൻ കണ്ടെയ്ൻ ആസിഡ് ദാറ്റ് റിയാക്ട് വിത്ത് മെറ്റൽ ലൈക്ക് കോപ്പർ, സോ ഷുഡ് കെപ്റ്റ് ഇൻ എ എർത്തേൺ പോട്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? നമ്മുടെ ടാമറിൻഡിൽ ആസിഡ് ഉണ്ട്, ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അതൊരു എർത്തേൺ പോട്ടിൽ, മൺപാത്രത്തിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി ബി ചോദ്യമാണ്. ഫോളോയിങ് ആർ ദ യൂസസ് ഓഫ് സം സബ്സ്റ്റൻസസ്, കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ യൂസസ്. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ആസിഡിൻ്റെയും ബേസിൻ്റെയും കുറച്ച് യൂസസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ആസിഡിൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ബേസിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തി അവിടെ ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കിക്കുക. യൂസ്ഡ് ഇൻ ബാറ്ററീസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ. ഈ മോട്ടോർ വെഹിക്കിളിൻ്റെ ബാറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്നത് ആസിഡാണ്. അപ്പോൾ ആസിഡ് എന്നുള്ള ആ ഒരു കോളത്തിൽ എഴുതുക. പിന്നെ അവിടെ വരുന്ന മറ്റു പോയിൻ്റാണ് യൂസ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഇതേപോലെ ബേസിൽ വരുന്നതാണ്. എ എന്ന് പറയുന്നത് അവിടെ ബേസാണ്. അപ്പോൾ ബേസിൽ വരുന്നതാണ് യൂസ്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചർ. ഗ്ലാസ് മാനുഫാക്ചറിലൊക്കെ യൂസ് ചെയ്യുന്നത് ബേസാണ്. പിന്നെ യൂസ് ടു റെഡ്യൂസ് ദ ആസിഡിറ്റി ഓഫ് സോയിൽ. മണ്ണിലെ ആസിഡിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസാണ് ഉപയോഗിക്കുന്നത്. പിന്നെ യൂസ്ഡ് ഇൻ മെഡിസിനിൽ ഉപയോഗിക്കുന്നത് എന്താണ്?
ബേസ് ആണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി സി ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സോപ്പ് മേക്കിംഗ് ആർ കറക്റ്റ്. ഇവിടെ സോപ്പ് മേക്കിങ്ങിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ്. സോപ്പ് മേക്കിങ്ങിന് നമ്മൾ അവസാനം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറഞ്ഞൊരു സംഭവമാണ് നിങ്ങളുടെ ആസിഡ് ആൻഡ് ബേസസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ. നന്നായിട്ട് അതൊന്ന് വായിച്ച് നോക്കിയവർക്ക് പെട്ടെന്ന് ഇത് കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്, അത് തെറ്റാണ്. രണ്ടാമത്തത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ്, അതും തെറ്റാണ്. പിന്നെ സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് സോപ്പ്, അല്ലേ? അത് ശരിയാണ്. സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും എന്തിനാണ് ഉപയോഗിക്കുന്നത്? സോപ്പിൻ്റെ ഹാർഡ്നെസ്സും അതേപോലെ ക്വാണ്ടിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇവിടെ നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. 3 and 4 ആർ കറക്റ്റ്. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 3. Given below are some of the characteristics of fertilizers used by farmers to get better yield. Analyze the statement and complete the table. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഓക്കെ, അത് നല്ല ഈൽഡ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഫാമർ യൂസ് ചെയ്യുന്ന കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. കുറച്ച് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണോ അതല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണോ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിക്വയർ ഇൻ ലാർജ് ക്വാണ്ടിറ്റി, കുറേ ക്വാണ്ടിറ്റിയിൽ ആവശ്യമാണ്. അത് ഏതാണ് ആവശ്യം? ഓർഗാനിക് ആണോ അല്ലെങ്കിൽ കെമിക്കലാണോ? ഓർഗാനിക് ആണ് അല്ലേ, റിക്വയർ ലാർജ് ക്വാണ്ടിറ്റി. അതേപോലെ രണ്ടാമത്തത് എക്സസീവ് യൂസ് ഓഫ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ, കുറേ യൂസ് ചെയ്യുന്നത് നമ്മളുടെ സോയിലിൻ്റെ സ്ട്രക്ചർ ഡിസ്ട്രോയിഡ് ആവുന്നുണ്ട്. അതേയില്ല വരിക കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, നമ്മളുടെ സോയിലിൻ്റെ ഒരു സ്ട്രക്ചർ നഷ്ടമാവുന്നുണ്ട്. ഇനി മൂന്നാമത്തത് നോട്ട് ഹാംഫുൾ ടു സോയിൽ, നമ്മളുടെ മണ്ണിന് ഒരു ദോഷം ചെയ്യാത്തത് ഏതാണ്? ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. പിന്നെ നെസസറി കമ്പോണൻറ്റ് ക്യാൻ ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി, അത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. പിന്നെ റിക്വയർഡ് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി, കുറഞ്ഞ അളവിൽ മതി, അത് ഏതാണ്? കെമിക്കൽ ഫെർട്ടിലൈസറുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കേണ്ടത്. ഇനി ബി ചോദ്യമാണ്, മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ ഈസ് മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് പെസ്റ്റ് യൂസിങ് ട്രാപ്സ് ഓർ റിമൂവിങ് ദം മാനുവലി. ബിസൈഡ് ദീസ് റൈറ്റ് ടു അതർ മെത്തേഡ് ഓഫ് പ്രാക്ടീസിങ് ബൈ ഫാമർ ഫോർ പെസ്റ്റ് കൺട്രോൾ. അപ്പോൾ പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് ഫാമേഴ്സ് യൂസ് ചെയ്യുന്ന 2 മെത്തേഡ് ഇവിടെ എഴുതാനാണ്. മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ ഒഴികെയുള്ള മറ്റ് 2 പെസ്റ്റ് കൺട്രോളിൻ്റെ പേരുകൾ ഇവിടെ എഴുതാൻ. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് നമുക്ക് ബയോളജിക്കൽ കൺട്രോൾ പറയാം, പിന്നെ ടൊബാക്കോ ഡിക്കോഷനൊക്കെ അവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഇവിടുത്തെ സി ചോദ്യമാണ്, ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേർഡ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഇവിടെ റിയറിങ് റാബിറ്റ് വളർത്തൽ നമ്മൾ എന്താണ് പറയുന്നത്? ക്യൂണിക്കൾച്ചർ എന്ന് പറയും. ഗ്രോയിങ് ഫ്ലവർ നമ്മൾ പറയുന്നതാണ് ഫ്ലോറികൾച്ചർ. അതേപോലെ അപ്പികൾച്ചർ, അത് എന്ത് വളർത്തുന്നതായിരുന്നു? തേനീച്ച കൃഷിയാണല്ലേ. അപ്പോൾ റിയറിങ് ഹണി ബി ആണ് അവിടെ. ഈ ആക്ടിവിറ്റി 4 ആണ്. അതിൽ എ ചോദ്യമാണ്, എ സർക്യൂട്ട് ഈസ് മെയ്ഡ് യൂസിങ് ടോർച്ച് സെൽ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആൻഡ് LED മൊഡ്യൂൾ. അപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ടോർച്ച് സെൽ ഉപയോഗിച്ച്, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഉപയോഗിച്ചിട്ടുണ്ട്, LED മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദ കോപ്പർ വയർ ഈസ് ഷോർട്ടർ ദാൻ റിക്വയർഡ്. പക്ഷേങ്കിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു കോപ്പർ വയർ എന്ന് പറയുന്നത് പിന്നെ ചെറുതായി. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ക്യാൻ ബി യൂസ് ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഏതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സർക്യൂട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, എന്നിട്ട് ആ ഒരു LED മൊഡ്യൂൾ പ്രകാശിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് എന്ത് നോക്കിയാൽ മതി? ഏതിലൂടെയൊക്കെ ഏതൊക്കെ മെറ്റീരിയലിലൂടെയൊക്കെ ഇവിടെ കറണ്ട് പാസ് ചെയ്യുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ്? പിൻ, കോയിൻ, വുഡൻ പീസ്, വെറ്റ് പേപ്പർ, പെൻസിൽ, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് ബാങ്കിൾ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? പിന്ന് അല്ലേ, അതേപോലെ കോയിൻ, പിന്നെ വെറ്റ് പേപ്പർ, അതേപോലെ പെൻസിൽ, ഗ്രാഫൈറ്റ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇത് 4 എണ്ണമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇത് കറക്റ്റായവർ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി അടുത്തത് ബി ചോദ്യമാണ്, ഡിഡ് യു നോട്ടീസ് ദ പിക്ചർ ഡ്രോ എ ക്ലോസ്ഡ് സർക്യൂട്ട് യൂസിങ് ദിയർ സിമ്പിൾസ്. അതായത് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് എന്താണ്? ഒരു ബൾബ് ഉണ്ട്, അതേപോലെ തന്നെ ബാറ്ററി ഉണ്ട്, പിന്നെ കോപ്പർ വയർ ഉണ്ട്, പിന്നെ സ്വിച്ചും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് വരയ്ക്കാനാണ്. എന്ത് സർക്യൂട്ടാണ്? ക്ലോസ്ഡ് സർക്യൂട്ടും ആവണം, വിത്ത് സിമ്പിൾ ഉപയോഗിച്ചിട്ടും ആവണം. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ വരച്ചാൽ മതി. ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവുമെന്ന് ഞാൻ ഓൾറെഡി ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ചോദ്യം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ സി ചോദ്യമാണ്, വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലൈൻസിൽ യൂസ് ചെയ്യുന്ന പിന്നെ മെറ്റൽ ഏതായിരുന്നു? അലൂമിനിയം ആണ്. അതിൻ്റെ റീസണൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്.
ഇനി അടുത്തതാണ് ആക്ടിവിറ്റി 5. ഫോളോയിങ് ഈസ് ദ ടേബിൾ റിലേറ്റഡ് ടു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേബിളാണ്. അപ്പോൾ കറി ലീഫ് പ്ലാന്റ്, അതായത് കറിവേപ്പില, നമ്മൾ എങ്ങനെയായിരുന്നു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്? അതിൻ്റെ റൂട്ടാണോ, സ്റ്റെമ്മാണോ, ലീഫാണോ? ഏതായിരുന്നു? റൂട്ടാണ് അല്ലേ. അപ്പോൾ അവിടെ ഇത് റൂട്ട്. പിന്നെ സ്റ്റെമ്മിൽ വരുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അവിടെ ടാപ്പിയോക്ക എഴുതാം, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കെയിനൊക്കെ എഴുതാം. ഇനി അടുത്തത് ബ്രയോഫൈലം. ബ്രയോഫൈലം എന്ന് പറഞ്ഞാൽ ഒരു ഇലമുളച്ചി എന്ന് പറയും. അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ത്രൂ ലീഫാണ്, ഇലയിലൂടെയാണ്. പിന്നെ കൊളക്കേഷ്യ, ചേമ്പ്, അതെങ്ങനെയാണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലൂടെയാണ്. ഇനി അടുത്തത് ബി ചോദ്യമാണ്. ബഡ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഹിബിസ്കസ് പ്ലാന്റ്സ് ആർ ഗ്രാഫ്റ്റഡ് ഓൺ ടു എ റെഡ് ഹിബിസ്കസ് പ്ലാന്റ് ടു പ്രൊഡ്യൂസ് ഫ്ലവർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. റൈറ്റ് ഡൗൺ ദ അതർ സ്റ്റേജസ് ഇൻ കറക്റ്റ് ഓർഡർ. വൺ ഈസ് ഡൺ ഫോർ യു. അതായത് ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഹിബിസ്കസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി ചെടി അല്ലേ. അപ്പോൾ ഈ ചെമ്പരത്തി ചെടിയിൽ ഡിഫറെൻറ്റ് കളറുള്ള ഫ്ലവേഴ്സ് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബഡ് ചെയ്യുന്ന രീതി ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. അത് ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ജാക്ക് ഫ്രൂട്ടിൻ്റെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെമ്പരത്തി ചെടീൻ്റെത് എഴുതിയാൽ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ചിസൽഡ് ഓഫ് ദ ബഡ് വിത്ത് ബാർക്ക് ഫ്രം ഡിഫറെൻറ്റ് കളേർഡ് ഹിബിസ്കസ് പ്ലാന്റ്. അതായത് നമുക്ക് ഏത് കളറുള്ള ഹിബിസ്കസ് പ്ലാന്റ് ആണോ, ചെമ്പരത്തി ചെടിയാണോ വേണ്ടത്, അതിൽ നിന്നൊരു ബഡ് നമ്മൾ ചെത്തി മാറ്റുക. ചിസൽഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ചെത്തി മാറ്റുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് ചുവന്ന ചെമ്പരത്തി ചെടിയിലാണ് നമ്മളത് കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ചുവന്ന ചെമ്പരത്തി ചെടിയിൽ ആ ഒരു സ്റ്റെമ്മിൽ നമ്മൾ ആ ബാർക്കിൽ എന്ത് ചെയ്യുക? ചെറിയൊരു കട്ട് വരുത്തുക. അതിനുശേഷം ഈ ഒരു ബഡ് ആ ഒരു ചെമ്പരത്തി ചെടിയിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്യുക. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ പിന്നെ ചെറിയ ചെറിയ ലീഫ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. ഇനി സി ചോദ്യമാണ്. വേരിയസ് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ് ആൻഡ് ക്രോപ്പ് ഡെവലപ്ഡ് ദെയർ ആർ ഈവൺ ബിലോ. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. കുറച്ച് റീസേർച്ച് സെൻറ്ററുണ്ട്. അതേപോലെ തന്നെ ആ ഒരു സെൻറ്ററിൽ ഏതൊക്കെ ക്രോപ്പാണ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തേത് സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്പ് എന്ന് പറയുന്നത് ട്യൂബർ ക്രോപ്സ് ആണ്. ഇനി രണ്ടാമത്തേത് അവിടെ ചോദിച്ചത് ക്രോപ്പ് കൊടുത്തിട്ടുണ്ട് കോക്കനറ്റും അരക്കനറ്റും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? റിസർച്ച് സെൻറ്റർ ഏതാണ്? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI കാസർഗോഡാണ്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഷോർട്ട് ഫോം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും കേട്ടോ. ഇനി ആക്ടിവിറ്റി 6 ആണ്. വെൻ പതിമുഖം വാട്ടർ ഈസ് ആഡഡ് ടു ലെമൺ ജ്യൂസ്, വിനിഗർ, ടർമറിക് വാട്ടർ ആൻഡ് ബട്ടർ മിൽക്ക് ദെയർ കളർ ചേഞ്ചസ് ടു യെല്ലോ. അതായത് ഇവിടെ പതിമുഖത്തിൻ്റെ വെള്ളം നമ്മൾ ലെമൺ ജ്യൂസിലേക്ക്, നാരങ്ങ നീരിൽ, പിന്നെ വിനാഗിരി, ടാമറിൻ്റെ വാട്ടർ, പുളിവെള്ളം, പിന്നെ ബട്ടർ മിൽക്ക്, മോരിൽ, ഇതിലേക്കൊക്കെ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ നിറം യെല്ലോ ആയിട്ട് മാറി, മഞ്ഞ നിറത്തിലോട്ടായിട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ എ ചോദ്യമാണ്. റൈറ്റ് എനി 2 കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ്റെ, ഈ ഒരു ടൈപ്പ് സൊല്യൂഷൻ്റെ 2 കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ എന്താണ്? ആസിഡ്സ് ആണല്ലേ. ലെമൺ ജ്യൂസ്, വിനീഗർ, ടാമറിൻ്റെ വാട്ടർ, ബട്ടർ മിൽക്ക് ഒക്കെ എന്താണ്? ആസിഡാണ്. അപ്പോൾ അവരുടെ കോമൺ ആയിട്ടുള്ള ടേസ്റ്റ് ഏതാണ്? അതെ, പുളി രുചിയാണ്. അപ്പോൾ നമുക്ക് പറയാം ആസിഡ് ഹാവ് സോ ടേസ്റ്റ്. അതേപോലെ രണ്ടാമത്തെ പോയിന്റ്, ലിറ്റ്മസ് പേപ്പർ ചേഞ്ചസ് ബ്ലൂ ടു റെഡ്. ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ കളറിന് റെഡ് കളറിലാക്കി മാറ്റും. അപ്പോൾ ഇതാണ് ആസിഡിൻ്റെ 2 കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ബി ചോദ്യമാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് ഫുഡ് ഐറ്റം ദാറ്റ് വി ഈറ്റ് ആൻഡ് മേജർ ആസിഡ് പ്രസൻറ്റ് ഇൻ ദം. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്നത് ഫുഡ് ഐറ്റം ഉണ്ട്. അതേപോലെ അതിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചോദ്യം എന്തായാലും വരുമെന്ന് എക്സാമിന്. അപ്പോൾ ഈ ഒരു ചോദ്യം എല്ലാവർക്കും കറക്റ്റ് ആണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫുഡ് ഐറ്റം ആദ്യത്തേത് ആസിഡ് തന്നിട്ടുണ്ട്, ടാർട്ടാറിക് ആസിഡ്. അത് ഏത് ഫുഡ് ഐറ്റത്തിലാണ് അടങ്ങിയിട്ടുള്ളത്? ടാമറിൻ്റെ, പുളിയിലാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ടൊമാറ്റോ ഓക്സാലിക് ആസിഡാണ്. അതേപോലെ അസ്കോർബിക് ആസിഡ് അത് ഏതിലാണ് അടങ്ങിയിട്ടുള്ളത്? ഏത് ഫുഡ് ഐറ്റത്തിലാണ്? ഗൂസ്ബെറി. പിന്നെ ആപ്പിൾ അടങ്ങിയിട്ടുള്ളത് മാലിക് ആസിഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫുഡ് ഐറ്റവും അതിലടങ്ങിയിട്ടുള്ള ആസിഡും. ഇനി അടുത്തത് വെൻ എ സ്ട്രോങ് ആസിഡ് പിൽസ് യുവർ ബോഡി ഇറ്റ് ബേൺ.
റൈറ്റ് എനി 4 പ്രിക്കോഷൻ ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആസിഡ് വൈൽ ഹാൻഡ്ലിങ് കെമിക്കൽസ്. അതായത് നമ്മളിങ്ങനെ കെമിക്കലൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പം ആസിഡൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പം എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അതിലേതെങ്കിലും 4 എഴുതാനാണ് പറഞ്ഞത്. ഇത് ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ് ആണ്, അതായത് നമ്മൾ കൈകൊണ്ട് ഡയറക്റ്റായിട്ട് പോയി ഈ ഒരു കെമിക്കലിൽ തൊടരുത്. അതേപോലെ ഡോണ്ട് സ്മെല്ല്, നമ്മൾ സ്മെല്ല് ചെയ്യരുത്. ഡോണ്ട് ടേസ്റ്റ്, അതിനെ ടേസ്റ്റ് ചെയ്ത് യൂസ് ഹോൾഡർ വൈൽ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ്. നമ്മൾ ടെസ്റ്റ് ട്യൂബൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എന്ത് കരുതുക, ഹോൾഡർ, ഈ ഒരു ടെസ്റ്റ് ട്യൂബിനെ ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡർ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിനെ ഹോൾഡ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും പോയിൻ്റ് അവിടെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഇനി അടുത്തത് ആക്ടിവിറ്റി 7 ആണ്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് സം ഓഫ് ദ ടൂൾസ് യൂസ്ഡ് ബൈ ഇലക്ട്രീഷ്യൻ. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ഇലക്ട്രീഷ്യൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ്. ചോദ്യമാണ് വിച്ച് ടൂൾസ് ആർ സ്യൂട്ടബിൾ ഫോർ ഫോളോയിങ് പർപ്പസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന കുറച്ച് പർപ്പസിന് ഇവിടെ ഏത് ടൂൾസ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തത് ടു റിമൂവ് ദ ഇൻസുലേഷൻ ഓഫ് ദ വയർ. അപ്പോൾ ഇൻസുലേഷൻ, വയറിൻ്റെ ഇൻസുലേഷനൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഇവിടെ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ആൻസർ ഡി ആണ്, സ്ട്രിപ്പറാണ്. പിന്നെ രണ്ടാമത്തത് ടു ടെസ്റ്റ് ഇലക്ട്രിക് കറണ്ട് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ എന്താണ്? എ ആണ്, അതായത് ടെസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ഇനി ബി ചോദ്യമാണ് വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് മെറ്റീരിയൽ യൂസ് ടു മേക്ക് ദ ഹാൻഡിൽ ഓഫ് ദ എബവ് ടൂൾസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടൂൾസിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്തായിരിക്കും, അതിൻ്റെ റീസൺ എന്താണ്? അപ്പോൾ ഇവിടുത്തെ ആൻസറാണ് ഇൻസുലേറ്റർ കൊണ്ടായിരിക്കും ഇതിൻ്റെ ഹാൻഡിലൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് പാസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? അത് കറണ്ടിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അത് പാസ് ചെയ്യിപ്പിക്കുന്നില്ല. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ അതാണ്. ഇതൊക്കെ നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക്സിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറണ്ട് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇൻസുലേറ്റേഴ്സാണ് അതിൻ്റെ ഹാൻഡിലായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി സി ചോദ്യമാണ് റൈറ്റ് എനി 2 അതർ എക്സാമ്പിൾ ഓഫ് സച്ച് മെറ്റീരിയൽ. അപ്പോൾ ഇൻസുലേറ്ററിൻ്റെ 2 എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ഏതൊക്കെ പറയാം? പ്ലാസ്റ്റിക് പറയാം, അതേപോലെ റബ്ബറൊക്കെ പറയാം. ഇനി ലാസ്റ്റിലത്തെ ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 8. സം മെറ്റീരിയൽ ഇൻ ദ സയൻസ് കിറ്റ് ആർ ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് സയൻസ് കിറ്റുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ്. ബേക്കിംഗ് സോഡ ഉണ്ട്, ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, മാഗ്നീഷ്യം റിബൺ ഉണ്ട്, വിനീഗർ ഉണ്ട്, ലൈം വാട്ടർ ഉണ്ട്, മാച്ച് ബോക്സ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ചോദ്യമാണ് എ സ്റ്റുഡൻറ്റ് കണ്ടക്റ്റഡ് ആൻ എക്സ്പെരിമെൻറ്റ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് given below using suitable material from the science kit. The objective of this material is given. കംപ്ലീറ്റ് ദ എക്സ്പെരിമെൻറ്റ് നോട്ട്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് നോട്ട് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു ചോദ്യം ഓൾറെഡി വരുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തത് ഒബ്ജക്റ്റീവ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ടു ഐഡൻറ്റിഫൈ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ. നമ്മൾ ഇവിടെ കണ്ടെത്തേണ്ടത് മെറ്റലും ആസിഡും കൂടി റിയാക്ട് ചെയ്തിട്ട് അവിടെ ഏത് ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മളുടെ സയൻസ് കിറ്റിൽ എന്തൊക്കെയുണ്ട്? ബേക്കിംഗ് സോഡ ഉണ്ട്, ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, മാഗ്നീഷ്യം റിബൺ ഉണ്ട്, വിനീഗർ ഉണ്ട്, ലൈം വാട്ടർ ഉണ്ട്, മാച്ച് ബോക്സ് ഉണ്ട്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? ടെസ്റ്റ് ട്യൂബ് വേണം, മാഗ്നീഷ്യം റിബൺ വേണം, വിനീഗർ വേണം, അതേപോലെ മാച്ച് ബോക്സ് വേണം. ഇത്രയാണ് ഇവിടെ ആവശ്യം. അപ്പോൾ മെറ്റീരിയൽ റിക്വയർഡ് അവിടെ എന്തൊക്കെ എഴുതണം? ടെസ്റ്റ് ട്യൂബ്, മാഗ്നീഷ്യം റിബൺ, വിനീഗർ, മാച്ച് ബോക്സ്. ഇനി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രീതിയാണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, അതിലേക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് എന്താക്കുന്നുണ്ട്? നമ്മുടെ ഈ മാഗ്നീഷ്യം റിബണിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ അതിൻ്റെ ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗം പൊത്തി വെക്കുന്നുണ്ട്. പൊത്തി വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പം അതിൽ നിന്നൊരു ഗ്യാസ് വരും. അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? ഈ ഒരു തീപ്പെട്ടിൻ്റെ മാച്ച് ബോക്സ് കത്തിച്ച് അതിൻ്റെ വായുഭാഗത്ത് വെച്ച് നോക്കുക. അപ്പോൾ അതുവരെയാണ് പ്രൊസീജിയറിൽ എഴുതേണ്ടത്. അതിനുശേഷം ഒബ്സർവേഷൻ, നമുക്ക് എന്താണ് കാണാൻ പറ്റിയത്? നമുക്ക് കാണാൻ പറ്റിയത് എന്താണ്? ഒരു മാച്ച് ബോക്സ് ഒരു സൗണ്ടോട് കൂടി എന്ത് ചെയ്യും? ഒന്നും കൂടി ഒന്ന് ആളി കത്തുന്നതായിട്ട്, ഓക്കെ, ഫ്ലെയിം ഒന്നും കൂടി ഒന്ന് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് അവിടെ ഒബ്സർവേഷനിൽ എഴുതേണ്ടത്. പിന്നെ ഇൻഫറൻസ്, അവസാനം കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പം അവിടെ ഫോം ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഇവിടുത്തെ ബി ചോദ്യമാണ് റൈറ്റ് എനി 2 യൂസസ് ഓഫ് ആസിഡ്. ആസിഡിൻ്റെ ഏതെങ്കിലും 2 യൂസ് ചെയ്താനാണ്. ഒന്നാമത്തതെന്ന് പറയുന്നത് ആസിഡ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അല്ലേ. അപ്പോൾ അത് തന്നെ നോക്കിയെടുത്ത് എഴുതിയാൽ മതി. ഒന്നാമത്തെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ബാറ്ററി ഓഫ് മോട്ടോർ വെഹിക്കിളിൻ്റെ ഒക്കെ ബാറ്ററിയിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സിമ്പിളാണ്.
നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.